തൃശ്ശൂരിൽ തർക്കവുമായി കൗണ്ടിംഗ് ഏജന്റുമാർ പ്രായമുള്ളവരുടെയും ഭിന്നശേഷിക്കാരുടെയും വോട്ടുകൾ രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്ക് പിഴവുണ്ടായി. ക്രമനമ്പർ ശരിയായ രേഖപ്പെടുത്തൽ വീഴ്ച. തൃശ്ശൂരിൽ പോസ്റ്റൽ 10% വോട്ടുകൾ നീക്കിവെച്ചു എന്ന പ്രശ്നമുണ്ട്. അതുപോലെ പാലക്കാട്ട് 593 വോട്ടിന് എ വിജയരാഘവൻ LDF മുന്നിലാണെന്ന് വാർത്ത വരുന്നു. അതുപോലെ ദേശീയ തലത്തിൽ NDA സഖ്യം 297 297, ഇന്ത്യ മുന്നണി 161. അതുപോലെ കേരളത്തിൽ UDF 14 14, LDF 5. അപ്പൊ 14-5. വടകര എണ്ണി തുടങ്ങിയതേ ഉള്ളൂ, കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. 1213 വോട്ട് ലീഡായി ശശി തരൂർ 1-2-1-3. ഇപ്പോൾ ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം 4300. ഇടുക്കിയുടെ മലമടക്കുകളിൽ നിന്ന് ആ ശബ്ദം 4300. ഓക്കെ, 467. LDF 82 വോട്ടിന് ഭൂരിപക്ഷം. മാവേലിക്കരയിൽ അരുൺകുമാർ 82. ലീഡ് നില മെച്ചപ്പെടുത്തുന്നു. NK പ്രേമചന്ദ്രൻ 5003. കേരളത്തിലെ ടോട്ടൽ സ്കോർ UDF 14 ഇടങ്ങളിൽ, LDF 5 14-5. 14 ഇടങ്ങളിൽ, LDF 5 ഇടങ്ങളിൽ. BJP അക്കൗണ്ട് തുറക്കുന്നതിന്റെ സൂചന വീണ്ടും ഇല്ലാതായിരിക്കുന്നു. ആദ്യം രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രതീക്ഷ തന്നു, അല്ലേ? ആ പ്രതീക്ഷ വടകര മാത്രം വന്നില്ല. എന്തേ വടകര വൈകുന്നേ? നമുക്കൊന്ന് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്ഥലമല്ലോ ശശി തരൂരിന്റെ ലീഡ് 1407. തരൂരിന്റെ ലീഡ് ഉയരുന്നു. എത്രയൊക്കെ? 1407. ഡോക്ടർ ശശി തരൂർ. അവിടെ പത്തനംതിട്ടയിൽ UDFന്റെ സ്ഥാനാർത്ഥി 352. വടകര മാത്രം ലീഡ് വന്നില്ല. കൊല്ലത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി. NK പ്രേമചന്ദ്രന്റെ ലീഡ് 5000 കടന്നു. 5003. മുകേഷ് ആദ്യ ചൂടുവയ്പ്പുകളിൽ നമ്മളെ പ്രലോഭിപ്പിച്ചു, അല്ലേ? കളിമാറി. പ്രേമചന്ദ്രൻ UDF സ്ഥാനാർത്ഥി 5003 വോട്ടുകൾക്ക് മുന്നിലാണ്. വടകര മാത്രം ആദ്യ ലീഡ്. അമ്പാനെ ശ്രദ്ധിക്കമ്പാനെ, ലീഡിന് വേണ്ടി കാത്തിരിക്കാൻ അമ്പാനെ. ആരാണ് അമ്പാൻ? തമ്പാനാണ്. പ്രേമേന്ദ്രനും ഡീൻ കുര്യാക്കോസും ഇഞ്ചോടിഞ്ച് പോരാട്ടം. 5003 വോട്ടുകൾക്ക് കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ ലീഡ് ചെയ്യുന്നു. അവിടെ 5017 വോട്ടുകൾക്ക് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിലെ മിടുക്കൻ തീർച്ചയായിട്ടും. NDA സ്ഥാനാർത്ഥി 294. അവിടെ തരൂരിന്റെ ലീഡ് കുറഞ്ഞോ? അവിടെ തരൂരിന്റെ ലീഡ് 908 കുറഞ്ഞു. ദേശീയ ടാലി പറയട്ടോ, നാഷണൽ ടാലി. NDA സഖ്യം 294, ഇന്ത്യ സഖ്യം 294. 294, ഇന്ത്യ സഖ്യം 168. 168. വിജയകുമാർ, നമ്മുടെ ഒരു യുവ തുർക്കി ഇങ്ങനെ കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി നിൽക്കുന്നുണ്ട്. ഒരു ലേഡി, പ്രേക്ഷകർ കാണാൻ പറ്റത്തില്ല. കടന്നു പൊയ്ക്കോളൂ കുട്ടി, തല കുനിച്ച് കടന്നു പൊയ്ക്കോളൂ, അല്ലേ? ഓക്കെ, അത് നടന്നു. ദാറ്റ് ഈസ് ഓവർ. ഓക്കെ, അപ്പൊ NDA സഖ്യം 298, 298, 298 മണ്ഡലങ്ങളിൽ ലോക്സഭാ സീറ്റുകളിലേക്ക് 298 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ദേശീയ തലത്തിൽ 298 ലോക്സഭാ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇന്ത്യ സഖ്യം 169. അപ്പൊ 298 169. കേരളത്തിലേക്ക് വന്നാൽ UDF 13, LDF 6. വടകര മാത്രം വന്നില്ലേ? വടകര ലീഡ് വീണ്ടും കുറഞ്ഞു. 430 വെറും 430. ഇപ്പോൾ യഥാർത്ഥത്തില് 2 പേരാണ് 5000 കടന്നിരിക്കുന്നത്, അല്ലേ? കൊല്ലവും ഇടുക്കിയുമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോ 299 NDA 299. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 300ലേക്ക് അടുക്കുമോ? ഇനി അടുക്കാൻ നിമിഷങ്ങളേ ഉള്ളൂ. ഇന്ത്യ സഖ്യം 171, 171. ഇന്ത്യ സഖ്യം 300 ആയോ? അപ്പൊ നമുക്കൊന്ന് കാര്യമായിട്ട് പറഞ്ഞേക്കാം. ദേശീയ തലത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ 300 ഇടത്ത് NDA ലീഡ് ചെയ്യുന്നു. 300. പേടിച്ചു വേണം, 300 ഇടത്ത് NDA ലീഡ് ചെയ്യുന്നു. ഇനി ഇന്ത്യ സഖ്യം 171. 171 മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യം ലീഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.